Yes, hello everyone. ഈ ക്ലാസ്സിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡയറക്റ്റ് ടോപ്പിക്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആദ്യം നമ്മൾ നോക്കുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഓക്കെ, അത് പറയുന്നത് ഒരു കമ്പനി where the liability of the members is limited to the unpaid amount on shares held by them. അതായത് ഇപ്പൊ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ 100 ആണെന്ന് വയ്ക്കാം. ഓക്കെ, യു ബൈ 1000 shares യു ബൈ. അപ്പൊ ടോട്ടൽ എത്ര എമൗണ്ട് കൊടുക്കണം? 1000 into 100, that is 1 lakh അല്ലേ? അപ്പോ യു ഹാവ് പെയ്ഡ് ഒരു ഈ ഫേസ് വാല്യൂ 100-ലെ 75 രൂപയെ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര കൊടുക്കും? 75,000. ഓക്കെ, സോ ₹25 per share is unpaid അല്ലെ? അതായത് 25,000 നിങ്ങൾ അടയ്ക്കാൻ ബാക്കിയുണ്ട്. സോ നിങ്ങളുടെ മാക്സിമം ലയബിലിറ്റി ഇനി കമ്പനി പൊട്ടി പാളീസായിട്ട് എത്ര കോടികൾ നഷ്ടം വന്നാലും നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് ഈ അടയ്ക്കാനുള്ള 25,000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഇനി അടയ്ക്കേണ്ടി വരുള്ളൂ. ഇതാണ് നമ്മൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് 50 കോടി ബാധ്യത വന്നാലും യു കനോട്ട് ബി ഫോഴ്സ് ടു പേ മോർ ദാൻ ₹25,000. ഓക്കെ, അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കമ്പനി ഏറ്റവും കൂടുതൽ പോപ്പുലർ ആണ്? എന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ ആവുന്നത്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ബിക്കോസ് റിസ്ക് ഈസ് ലിമിറ്റഡ്. നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി സേഫ് ആണ്, ഇൻവെസ്റ്റേഴ്സിന് ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഓൾമോസ്റ്റ് ഓൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉപയോഗിക്കുന്നത്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് കമ്പനി നമുക്ക് നോക്കാം. ദിസ് ഇസ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇതെന്ന് പറയുന്നത് മെമ്പേഴ്സ് ഷെയർസ് ഒന്നും പർച്ചേസ് ചെയ്യില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ പ്രോമിസ് ചെയ്യും ഒരു ഫിക്സഡ് എമൗണ്ട് കമ്പനി പൂട്ടുകയാണെങ്കിൽ, വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കുക എന്ന് അവര് ഒരു പ്രോമിസ് കൊടുക്കും. ദാറ്റ് ഇസ്, അപ്പൊ ഇത് എപ്പോഴാണ് വരുന്നത്? ലയബിലിറ്റി എപ്പോഴാണ് വരുന്നത്? ദാറ്റ് ഇസ് ഓൺലി ഡ്യൂറിംഗ് ലിക്വിഡേഷൻ. കമ്പനി അടച്ചു പൂട്ടിയിട്ട് അതിന് ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ വീട്ടാൻ വേണ്ടി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കൂ. നിങ്ങൾ പ്രോമിസ് ചെയ്ത പൈസ കൊടുക്കേണ്ടി വരില്ല. നോർമൽ ഓപ്പറേഷൻ സമയത്ത് കൊടുക്കേണ്ടി വരില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അതൊരു കമ്പനിയായിട്ട് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അതില് ഈച്ച് മെമ്പർ സേസ് ഐ വിൽ കോൺട്രിബ്യൂട്ട് 20,000. if the 20,000 പൂജ്യം കൂടിയല്ല 20,000 if company is wound up. അങ്ങനെ കമ്പനി എത്ര പേരുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോ കമ്പനി സപ്പോസ് ഒരു 50 മെമ്പേഴ്സ് ഉണ്ടെന്ന് വെക്കാം. 50 മെമ്പേഴ്സ് ഉള്ള കമ്പനിയാണ്. അത് ഒരാൾ 20,000 രൂപ വെച്ച് കൊടുക്കാൻ പ്രോമിസ് ചെയ്തു. 50 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ കമ്പനി ഒരു കമ്പനി ക്ലോസസ് വിത്ത് ഡെപ്റ്റ് ഓഫ് 5 lakh, 5 lakhന്റെ ബാധ്യത വരുത്തിയിട്ട് കമ്പനി ക്ലോസ് ചെയ്തെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ എത്ര വരും? സപ്പോസ് ഈച്ച് മെമ്പർ പേസ് 20,000. നമുക്കത് ആ എമൗണ്ട് ഈസി ആയിട്ട് ഡെപ്റ്റ് മാറ്റാൻ പറ്റും. ഇനി 5 lakhന് പകരം കമ്പനിയുടെ 50 lakh ആണ് കമ്പനി നഷ്ടം വരുത്തി വെച്ച് നിൽക്കുക. എന്നാലും നമ്മൾ കൊടുക്കേണ്ടത് ഈ 20,000 ആയിരിക്കും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നമ്മൾ ആദ്യം എത്ര പ്രോമിസ് ചെയ്യുന്നു അത് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? ഇതാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറയുന്നത്. ഇനി തേർഡ് ടൈപ്പ് ഓഫ് കമ്പനി ഈസ് അൺലിമിറ്റഡ് കമ്പനി. ഇത് നോർമൽ പ്രാക്ടീസിൽ ഉണ്ടാവാറില്ല. അൺലിമിറ്റഡ് കമ്പനി പറഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് വല്ല പാർട്ട്ണർഷിപ്പ് എടുത്താൽ പോലെ കമ്പനി അത്രയും കോംപ്ലിക്കേഷൻ വരുത്തിയിട്ട് നമ്മുടെ ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആണെങ്കിൽ പിന്നെ ആരെങ്കിലും ഇതിന് പോവോ? ആക്ച്വലി ഇവിടെ ലിമിറ്റ് ഇല്ല. മെമ്പേഴ്സിന്റെ ലയബിലിറ്റിക്ക് ലിമിറ്റ് ഇല്ല. ഒരു കമ്പനി ഫെയിൽ ആയാൽ മെമ്പേഴ്സ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ആസ് മച്ച് ആസ് റിക്വയർഡ്. എത്രയാണോ ആ ബാധ്യത അത് മുഴുവൻ മെമ്പേഴ്സ് കൊടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് അവരുടെ പ്രോപ്പർട്ടിയിൽ അത് കൈവയ്ക്കും. ഓക്കെ, പക്ഷെ അപ്പൊ അങ്ങനെ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് തന്നെയല്ലേ, എന്താ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുണ്ട്. പാർട്ട്ണർഷിപ്പില് നിങ്ങളൊരു XYZ എന്ന് പറഞ്ഞ ഫേമിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് ഫേം ലോൺ എടുത്തു വയ്ക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം
എ എന്ന് പറഞ്ഞ പാർട്ട്ണർഷിപ്പ് ഇവിടുന്ന് ലോൺ എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ബാധ്യത ഡയറക്റ്റ് ആയിട്ട് ഈ XYZ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്രെഡിറ്ററിനാണ് നിങ്ങളുടെ ബാധ്യത വരുന്നത്. ഇനി സേ ഒരു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി XYZ എന്ന് പൈസ എടുത്തു വെക്കാം. യു ആർ എ മെമ്പർ ഔട്ട് ദർ റാം. അപ്പൊ ഈ റാമിന്റെ ലയബിലിറ്റി വരുന്നത് ഈ ഇതിലെ പോലെ XYZ-നോടല്ല റാമിന്റെ ലയബിലിറ്റി വരുന്നത്, ABC ലിമിറ്റഡിനോടാണ് റാമിന്റെ ലയബിലിറ്റി വരുന്നത്. ദാറ്റ് ഈസ് മെമ്പേഴ്സ് ആർ ലയബിൾ ടു കമ്പനി, നോട്ട് ഡയറക്ട്ലി ടു ക്രെഡിറ്റേഴ്സ്. ആ ഒരു വ്യത്യാസം ഇതിലുണ്ട്. റിസ്ക് ഇസ് വെരി ഹൈ ഇതില്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കമ്പനി വളരെ കുറവ് ഉണ്ടാവാറുള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. അതെന്താ നോക്കാം. ഫോർത്ത് വൺ ഇസ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാല് അണ്ടർ കമ്പനീസ് ആക്ട് 2013 എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് റെസ്ട്രിക്ട് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതായത് ഷെയർസ് കനോട്ട് ബി ഫ്രീലി സോൾഡ് ലൈക്ക് പബ്ലിക് കമ്പനീസ്. പബ്ലിക് കമ്പനീസിൽ ഫ്രീ ആയിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ റിലയൻസ് അങ്ങനത്തേലൊക്കെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ഷെയർസ് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ you cannot sell your shares to outsider without approval of other members. മറ്റ് മെമ്പേഴ്സിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഔട്ട്സൈഡറിന് നിങ്ങൾക്ക് ഷെയർ സെല് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 200. 200 മാക്സിമം മെമ്പേഴ്സ്. ഓക്കെ, അതിൽ എംപ്ലോയീസിനെ കൂട്ടില്ല, മെമ്പേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. മെമ്പേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എംപ്ലോയീസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുത്ത് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിമിറ്റഡ് ആയതുകൊണ്ട് നല്ല കൺട്രോൾ ഉണ്ട്, ലെസ് കംപ്ലയൻസ് ഉണ്ട്, പ്രൈവസി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഫാമിലി ബിസിനസ് ഒക്കെ നടത്തുകയാണെങ്കിൽ അത് കൂടുതലും ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് ചെയ്യുക. ക്ലിയർ? ഇനി പബ്ലിക് കമ്പനി, അതാണ് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. നമുക്ക് ക്യാൻ ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ്. ഒരു പ്രിസ്ക്രൈബ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒക്കെ ഇതിലുണ്ടാവും. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. പിന്നെ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഉദാഹരണം പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രി അല്ലെ. ആർക്ക് വേണമെങ്കിലും എനിവൺ ക്യാൻ ബൈ ഷെയർസ് ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഇഫ് എ പബ്ലിക് കമ്പനി ഓൺസ് ഒരു ഇതിൽ അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പബ്ലിക് കമ്പനിക്ക് ഒരു എ എന്ന് പറഞ്ഞൊരു പബ്ലിക് കമ്പനി, അതിനൊരു സബ്സിഡറി ഉണ്ടെന്ന് നോക്കിയാൽ ബി, അങ്ങനെ വരികയാണെങ്കിൽ ഈ ബിനെയും പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇഫ് എ പബ്ലിക് കമ്പനി ഓൺസ് എ സബ്സിഡറി, ദാറ്റ് സബ്സിഡറി ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ പബ്ലിക് കമ്പനി. ഇത്രയും നമ്മൾ ഇപ്പൊ അറ്റ് ദ മൊമെന്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മേ ബി ഇൻ എക്സിക്യൂട്ടീവ് നിങ്ങൾ കൂടുതൽ പഠിക്കും. Now another one is one person company, OPC എന്ന് പറയും. one person company, OPC. Okay, ഇതില് there will be only one member. പക്ഷെ സ്റ്റിൽ ലീഗൽ എൻറ്റൈറ്റി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റൈറ്റി ആണ്. ആ ഒരു ആൾ ഉണ്ടെങ്കിലും ആ ആൾ സെപ്പറേറ്റ് ആണ്, കമ്പനി സെപ്പറേറ്റ് ആണ്. ആ രീതി തന്നെ പോകും. ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്, പെർപച്വൽ സസെഷൻ ഉണ്ട്. ഇതൊക്കെ എന്താ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതെല്ലാം 1% കമ്പനി ഉണ്ട്. ഇത് എന്തിനാ ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ചാൽ സ്മോൾ എന്റർപ്രൈനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽ പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു 1% കമ്പനി കൊണ്ടുവന്നത്. ക്ലിയർ? ഇനി 7th one is സെക്ഷൻ 8 കമ്പനി എന്ന് പറയും. അതായത് ചാരിറ്റബിൾ കമ്പനി, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി. സെക്ഷൻ 8 കമ്പനി, സെക്ഷൻ 8 കമ്പനി. ഓക്കെ, സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്, ചാരിറ്റബിൾ കമ്പനിയാണ്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊമോട്ട് ആർട്ട്, സയൻസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ചാരിറ്റി, എൻവിറോൺമെന്റൽ, സോഷ്യൽ വെൽഫെയർ, കൊമേഴ്സ്, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ചാരിറ്റബിൾ കമ്പനി എന്ന് പറയുന്നത്. പ്രോഫിറ്റ് അല്ല അതിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സാധാരണ നമ്മളുടെ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ മിക്കതും പ്രോഫിറ്റ് ആയിരിക്കും ഒബ്ജക്റ്റീവ്. പക്ഷെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ, സയൻസ് പ്രൊമോട്ട് ചെയ്യാൻ, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ, ആ രീതിയിലൊക്കെ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇതില് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോ ചില പ്രോഫിറ്റ് വരും. പ്രോഫിറ്റ് വന്ന് എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പ്രോഫിറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് ഒബ്ജക്റ്റീവായ ഈ പ്രൊമോട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ, ആർട്ട്, അതിനു വേണ്ടി തന്നെ ആ പ്രോഫിറ്റ് ഉപയോഗിക്കണം. അല്ലാതെ ഡിവിഡൻഡ് ആയിട്ട് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ?
ഇതിന് നമ്മൾ സെക്ഷൻ 8 കമ്പനി എന്ന് പറയാം. 8 എന്നുള്ളത് സെക്ഷൻ 8 ആണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചാരിറ്റബിൾ കമ്പനി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 8 ആണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും വേണം, CS കഴിയുന്നവരെ വേണം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് കമ്പനി എന്ന് പറയുന്നത് സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു പ്രൈവറ്റ് കമ്പനീസ്. ഓക്കെ, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ പബ്ലിക് കമ്പനീസിന് ഇത് അപ്ലിക്കബിൾ അല്ല, ഓൺലി ടു പ്രൈവറ്റ് കമ്പനീസ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 lakh. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 lakh എന്നുള്ളത് ഗവൺമെന്റിന് 10 കോടി വരെ ഇൻക്രീസ് ചെയ്യാവാണെങ്കിൽ. ഓക്കെ, 50 lakhs ആണ് നോർമലി, ഇത് പക്ഷെ ഗവൺമെന്റിന് 10 കോടി വരെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലെ, അതിൽ എത്ര വിൽപ്പന അല്ല കച്ചവടം നടക്കുന്നത്, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 crores. ഇത് ഗവൺമെന്റ് എത്ര വരെ ആക്കി കൊടുക്കാം? 100 കോടി വരെ ആക്കി കൊടുക്കാം. ക്ലിയർ? ഇതാണ് ഒരു സ്മോൾ കമ്പനിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ഗവൺമെന്റ് കമ്പനി. ഒരു ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഹോൾഡ്സ് മോർ ദാൻ ഓർ ഈക്വൽ ടു 51%. 51% അല്ലെ അതിന്റെ കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആരിലായിരിക്കണം? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ബോത്ത് ടുഗദർ, എന്തായാലും കുഴപ്പമില്ല. കേന്ദ്ര ഗവൺമെന്റ് കയ്യിലായാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും രണ്ടുപേരും കൂടെ ആയാലും കുഴപ്പമില്ല. മോർ ദാൻ 51% ഉണ്ടാവണം, എന്നാലേ ഒരു ഗവൺമെന്റ് കമ്പനി എന്ന് പറയുള്ളൂ. ഓക്കെ, പിന്നെ ഒരു ഗവൺമെന്റ് കമ്പനിയുടെ ഒരു സബ്സിഡറി ഉണ്ടെന്ന് വെക്കാം. നമ്മൾ നേരത്തെ പബ്ലിക് കമ്പനിയുടെ ഒരു സബ്സിഡി പബ്ലിക് കമ്പനി ആവും എന്ന് പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് കമ്പനിക്ക് ഒരു സബ്സിഡറി ഉണ്ടെങ്കിൽ ആ സബ്സിഡറിയും എന്താവും? ഗവൺമെന്റ് കമ്പനി തന്നെ ആവും. സബ്സിഡി എന്താണ്, ഹോൾഡിംഗ് എന്താണെന്ന് വിൽ സ്റ്റഡി, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി 10ാമത്തെ ആണ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാല് അതിന്റെ ഇൻകോർപ്പറേഷൻ, അതായത് അതിന്റെ രജിസ്ട്രേഷൻ ഇവിടുത്തെ കമ്പനീസ് ആക്ട് പ്രകാരം ഇവിടെ ചെയ്യുന്ന പോലെ പുറം രാജ്യങ്ങളിലായിരിക്കും അതിന്റെ ഇൻകോർപ്പറേഷൻ നടന്നിട്ടുണ്ടാവുക. പക്ഷെ അവർക്ക് ബിസിനസ് ഇൻ ഇന്ത്യ ഉണ്ട്, അല്ലെങ്കിൽ കണ്ടക്ട്സ് ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഉണ്ട്. ഒന്നില്ലെങ്കിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവും, അവർ ഓഫീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ ഉണ്ടാവും. പക്ഷെ അവർ ഇൻകോർപ്പറേഷൻ എവിടെ ആയിരിക്കും? ഔട്ട്സൈഡ് ഇന്ത്യ. അതിനാണ് ഫോറിൻ കമ്പനി. ഏറ്റവും നല്ലതാണ് ആമസോൺ. ഓക്കെ, ഇനി അടുത്തത് ഹോൾഡിംഗ് കമ്പനി എന്താന്ന് നോക്കാം. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാല് എ കമ്പനി ഈസ് ഹോൾഡിംഗ് കമ്പനി ഇഫ് ഇറ്റ് കൺട്രോൾസ് അനദർ കമ്പനി. ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ബി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൺട്രോൾ ചെയ്യുന്നത് വെക്കാം. ഇഫ് ഇറ്റ് ഈസ് കൺട്രോളിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എ എന്ന് പറഞ്ഞ കമ്പനി ബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൺട്രോള് എയുടെ കയ്യിലാണെന്ന് വെക്കാം. അല്ലെങ്കിൽ holding more than 50% voting power. If A has a control of board of directors of B or has more than 50% of voting power, A becomes the holding company of B and B becomes the subsidiary. Clear? Subsidiary is the opposite. There is company controlled by a holding company. Control means majority voting power, അല്ലെങ്കിൽ control over board composition. Okay, it's the same. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്ന് നോക്കാം. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാല് ഇത് പ്രൊഡ്യൂസേഴ്സ് ഫോം ചെയ്യുന്നതാണ്. ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ് ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് മെയിൻലി ഇന്റൻഡഡ് ടു ഹെൽപ്പ് ഫാമേഴ്സ്, മീറ്റ് പ്രൊഡ്യൂസേഴ്സ്, ഫിഷർമാൻ, വീവേഴ്സ്, അവരൊക്കെയാണ് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്രൊഡ്യൂസർ മീൻസ് എ പേഴ്സൺ ഹൂസ് എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ, horticulture, animal husbandry, dairy farming, fishing, handloom, അതേപോലെ തന്നെ
പ്ലാന്റേഷൻ, ഫോറസ്ട്രി, ഇതിലൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. എനിവൺ ഹു പ്രൊഡ്യൂസേഴ്സ് പ്രൈമറി പ്രൊഡ്യൂസ്, അഗ്രികൾച്ചറൊക്കെ നമുക്ക് പ്രൈമറി പ്രൊഡ്യൂസ് ആയിട്ട് പറയും. പ്രൈമറി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ എന്ത് പറയും? പ്രൊഡ്യൂസർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്യാൻ മിനിമം 10 ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് വേണം, അല്ലെങ്കിൽ 2 or more പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കെ, 10 ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് വേണം, അല്ലെങ്കിൽ 2 പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. അപ്പോഴാണ് നമുക്ക് ഒരു പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കാൻ പറ്റുക. ഇതിന്റെ മെയിൻ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ഇൻകം ആൻഡ് വെൽഫെയർ ഓഫ് പ്രൊഡ്യൂസർ മെമ്പേഴ്സ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രൊഡ്യൂസർ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ വരുമാനം കൂട്ടുക എന്നാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. അല്ലാതെ വെളിയിലുള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാറില്ല. ഓക്കെ, ഫൈൻ. ഇത് ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ പറയുകയാണെങ്കിൽ ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഓൺലി പ്രൊഡ്യൂസേഴ്സ് ക്യാൻ ബി മെമ്പേഴ്സ്. ഓക്കെ, അതായത് പ്രൊഡ്യൂസേഴ്സ് ആണോ, നിങ്ങൾ പ്രൊഡ്യൂസർ ആണോ, നിങ്ങൾക്ക് മാത്രമേ അതിന്റെ മെമ്പർ ആവാൻ പറ്റുള്ളൂ. രണ്ടാമത് എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് ആണ്. ഇപ്പൊ നോർമൽ കമ്പനീസില് എങ്ങനെ വോട്ടിംഗ് റൈറ്റ് തീരുമാനിക്കുക? ഒരു പെർട്ടിക്കുലർ അയാൾ എത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആണ് വോട്ടിംഗ് തീരുമാനിക്കുക. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ഒരു മെമ്പറിന് ഒരു വോട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞ ആൾക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും. പക്ഷെ നമ്മൾ സാധാരണ കമ്പനിയിൽ ആൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ചിട്ട് ഷെയർ ഹോൾഡിംഗിന്റെ മെജോറിറ്റി വെച്ചാൽ ആൾ കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രൊഡ്യൂസർ കമ്പനിയിൽ നിങ്ങളൊരു ഇന്ത്യയിലാണോ, നിങ്ങൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. മെമ്പേഴ്സ് ലയബിലിറ്റീസ് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ അതിൽ മെമ്പേഴ്സിന്റെ പേഴ്സണൽ അസറ്റ്സ് ഒക്കെ സുരക്ഷിതമാണ്. പിന്നെ ഇവിടെ ഡിവിഡൻഡ് അല്ല കൊടുക്കുക. കമ്പനി ഡിവിഡൻഡ് കൊടുക്കും. ഇവിടെ ഡിവിഡൻഡ് അല്ല, ഇവിടെ നമ്മൾ പ്രോഫിറ്റിൽ എന്താ കൊടുക്കുക? ബോണസ് ആണ് കൊടുക്കുക. ഓക്കെ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് പാട്രോണേജ് ബോണസ്, അല്ലെങ്കിൽ ലിമിറ്റഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന് പറയും. പ്രോഫിറ്റ് നമുക്ക് കൊടുക്കുന്നത് ഇസ് ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേഷൻ. അതായത് ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരാള് 5 ലിറ്റർ പാല് ആ പറയുന്ന പ്രൊഡ്യൂസർ കമ്പനി കൊടുക്കുന്നുണ്ട്. ബി എന്ന് പറഞ്ഞ ആള് 2 ലിറ്റർ കൊടുക്കുന്നത്. അപ്പോൾ എക്ക് കൂടുതൽ ബോണസ് കിട്ടും ആ രീതിയിൽ. ഓക്കെ, പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇവിടെ ഷെയർസ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫർ ടു അനദർ പ്രൊഡ്യൂസർ. അല്ലാണ്ട് വെറുതെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിൽ ഹി മസ്റ്റ് ബി എ പ്രൊഡ്യൂസർ. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. സോ നമുക്ക് ഈ ടോപ്പിക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫുൾ സിലബസ് കോച്ചിങ്ങിന് ആരെങ്കിലും join ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ you can just WhatsApp to the below given number. Okay, and you can enjoy the free full syllabus coaching absolutely free. Thank you.